ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ആ 303 പേഷ്യന്റ് ഐ വി സ്റ്റാർട്ട് ചെയ്തോ? മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ട്രമഡോൾ ഇഞ്ചക്ഷൻ SOS ആയിക്കോട്ടോ. ആ ഓക്കെ. മഹേഷ്, Hi, ഞാൻ doctor. വെയിറ്റ് ചെയ്യായിരുന്നു. എല്ലാം സെറ്റിൽ ആയോ? ഓൾ ഓക്കെ. ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ സെറ്റിലായി. ആ, ഇന്ന് രാവിലെ ഡോക്ടറുടെ ഫ്രണ്ട് മറ്റേ കക്ഷിയെ കണ്ടിരുന്നു കേട്ടോ. ആര്? ആ, മാത്യു ചേട്ടനോ? ബബ്ലിംഗ് വിത്ത് എനർജി. യെസ്. ഇന്ന് രാവിലെ എന്നെയും വിളിച്ചിരുന്നു. മഹേഷ് അവിടെ കൺസൾട്ടേഷൻ തുടങ്ങിയിട്ട് പേഷ്യൻസിന്റെ കാറ് പാർക്ക് ചെയ്യാൻ വല്ല കഞ്ചഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു വേക്കൻറ്റ് പ്ലോട്ട് എന്റെ തൊട്ടടുത്തുണ്ട്, അത് യൂസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. വാവ്, പ്രോ ആക്റ്റീവ് ഹെൽപ്പ് ആണല്ലോ. വെരി മച്ച്. ആഫ്റ്റർ ഓൾ എക്സ് സർവീസ് മാൻ അല്ലേ, അതിന്റെ ഒരു ക്വാളിറ്റി കാണിക്കുമല്ലോ. ആ പിന്നെ മഹേഷ്, എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് പയ്യനെ ഞാൻ റൂമിലേക്ക് വിട്ടിട്ടുണ്ട്. ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് പറയണേ. അതിനെന്താ നോക്കാലോ, ഡോക്ടർക്ക് നോപ്പില്ലേ? ആ ഒന്നും പറയണ്ട, ആ പയ്യൻ വന്നപ്പോ ഞാൻ ഡോക്ടർ ജോയിനെ ഏൽപ്പിച്ച് ചാടിയതാ. ഞാൻ വിടട്ടെ? ഓക്കെ, ഞാൻ നോക്കിയിട്ട് വിളിക്കാം കേട്ടോ. വരൂ, ഇരിക്കൂ. എന്താ പേര്? വിവേക്. ആ, എന്താ വിവേക് വിശേഷം, പറയൂ. ഡോക്ടർ, എനിക്ക് ഹൈഡ്രോസിലിൻ്റെ പ്രശ്നം തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ആഹാ, ഞാനത് ഇഗ്നോർ ചെയ്ത് നടക്കുമായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. എത്ര കാലം ഹൈഡ്രോസിലിന്റെ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട്? കുറച്ച് കൊല്ലമായി. എന്നിട്ട് ഏതെങ്കിലും സർജനെ കാണിച്ചോ? ഹേയ്, ഓ, പിന്നെ എങ്ങനെ മനസ്സിലായി ഹൈഡ്രോസിലാണെന്ന്? ഞാൻ എൻ്റെ ഈ സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നു. ഓ, അപ്പോൾ ഏകദേശം ഒരു 90% കാര്യങ്ങളും മാച്ചിങ് ആയിട്ട് വന്നു. അപ്പോൾ പിന്നെ ഞാൻ തന്നെ കൺഫേം ചെയ്തു. ഓ ഗൂഗിൾ. അപ്പോൾ പിന്നെ വേറെ എവിടെയും പോകണ്ടല്ലോ. വിവേക്ക്, തൽക്കാലം ഒരു കാര്യം ചെയ്യും, ഈ പാൻറ്റും അണ്ടർഗാർമെൻസും ഒക്കെ ഒന്ന് അയച്ചിട്ട് ആ ബെഡിലൊന്ന് കിടന്നാട്ടെ, ഞാനൊന്ന് നോക്കട്ടെ. വണ്ടി വരുന്നുണ്ട്, വണ്ടി വരുന്നുണ്ട്, വണ്ടി വരുന്നുണ്ട്. എനിക്ക് പോകാനുള്ള വണ്ടി വരുന്നുണ്ട്, എനിക്ക് പോകാനുള്ള വണ്ടി വരുന്നുണ്ട്. എന്താണോ ശബ്ദം കേട്ടെ? അത് വല്ല മരക്കം പൊടിഞ്ഞു ഇവിടെ ഇരിക്കും. ആടാ നീ ആശാനെ, ഒത്തണ്ടാ വണ്ടി കയറിക്കണു. എന്തിനാ വണ്ടി ചാടി കയറിയ? നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ബാബു പിടിച്ചിറക്കണം അവനെ. ഓരോന്ന് വന്ന് കേറിക്കോളും. ഓരോരോ മാരണങ്ങൾ. എനിക്ക് വണ്ടിയിൽ പോണം, എനിക്ക് വണ്ടിയിൽ പോവാനോ. ആശാനെ, ഞാൻ കുട്ടിയെ കൂടൂല, പിടിച്ചേക്കല്ലേ. എനിക്ക് വണ്ടിയിൽ പോണം. ബാബു അവനെവിടെ? വണ്ടി ചാടി കയറിയെന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയല്ലേ, അതിന്റെ ടയറിന്റെ അടിയിൽ അങ്ങനെ പെട്ടിരുന്നെങ്കിലോ? എന്നിട്ട് അവന്റെ നിപ്പ് കണ്ടില്ലേ? എടാ, മനസ്സിന് സുഖമില്ലാത്ത ആളാ. ആ വട്ട് കേസാണല്ലേ ബാബു. ഇറങ്ങ ഇറങ്ങ. ഇച്ചാൻ എന്തായാലും അവനോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ. നീ സമാധാനിക്കേ. നിനക്ക് ലോഡ് കയറ്റി നാളെ കാലത്ത് പോയാൽ പോരെ, അപ്പോഴേക്കും ഞാൻ അവനെ മാറ്റിക്കോളാം. ഞാൻ ലോഡ് കയറ്റാൻ വരുമ്പോ അവനോട് കണ്ടേക്കരുത്. ആ ഉണ്ടാവില്ല. ബാബു വാ. ഈ ലോറി കണ്ട പിബിന് എന്ത് പറ്റി? ഒന്ന് പുറത്തു പോകാത്ത ആളാണല്ലോ. ഇച്ചാൻ ആ മാരണത്തെ ഓടിച്ച് കളഞ്ഞാൽ മതിയായിരുന്നു. പറഞ്ഞു വിടാന്ന് പറഞ്ഞല്ല. ആശാനെ, കയ്യിൽ എന്തോ ഇരിക്കുന്നു. എന്തോ ഒച്ച് തട്ടിക്കളടാ. അവിടെ നിങ്ങളുടെ കയറിയാണ്.